നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൽ. ഇന്ന് സെപ്റ്റംബർ 22 ഞായർ 2024 വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി മോദി നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴെല്ലാം പുതിയ സഹകരണ മേഖലകൾ കണ്ടെത്താനുള്ള നമ്മുടെ കഴിവ് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഇന്നും അത് വ്യത്യസ്തമായിരുന്നില്ല. ഡെലാവറിലെ വിൽമിംഗ്ടണിലുള്ള തൻ്റെ വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് ജോ ബൈഡൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചതാണിത്. ഇന്ത്യ-US പങ്കാളിത്തം ചരിത്രത്തിലെ ഏത് കാലത്തേക്കാൾ കൂടുതൽ ശക്തവും ചലനാത്മകവുമാണെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി. തനിക്ക് ആതിഥ്യമരളിയതിന് ജോ ബൈഡന് നന്ദി രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും യോഗത്തിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തെന്നും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ DGP ഷെയ്ഖ് ദർവീഷ് സാഹിബിന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. അന്വേഷണം പ്രഖ്യാപിച്ച് 5 മാസത്തിന് ശേഷം രാഷ്ട്രീയ വിവാദം ആളിക്കത്തിയ സാഹചര്യത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. DGP റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറും. മുഖ്യമന്ത്രിയുടെ വിമർശനത്തോട് കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് MLA PV അൻവർ മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ നിലപാട് പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫോൺ ചോർത്തൽ പുറത്തുവിട്ടത് ജനനന്മ ലക്ഷ്യമിട്ട് ചെയ്തതാണെന്നും തൻ്റെ ആരോപണത്തിൽ പോലീസിലെ ക്രിമിനലുടെ മനോവീര്യമാണ് തകർന്നതെന്നും മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ലെന്നും കോൺഗ്രസിൽ നിന്ന് വന്നതാണെന്നുള്ള പിണറായി വിജയൻ്റെ ആരോപണത്തിനുള്ള മറുപടിയായി താൻ മാത്രമല്ല EMSും പഴയ കോൺഗ്രസിനായിരുന്നു എന്ന് PV അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ഇതൊക്കെ ഒരു വിശദീകരണം കൊണ്ടോ പത്രസമ്മേളനം കൊണ്ടോ തീരുന്ന വിഷയങ്ങൾ അല്ലെന്നും MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നും PV അൻവറിൻ്റെ പ്രവേശനം UDF ആലോചിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിലെ എല്ലാ കൊള്ളക്കാരെയും സാമൂഹ്യ വിരുദ്ധരെയും സംരക്ഷിക്കുന്ന നിലയിലേക്ക് പിണറായി വിജയൻ ഭരണകൂടം മാറിയതായി മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പത്രസമ്മേളനം വ്യക്തമാക്കുന്നതായി രമേശ് ചെന്നിത്തല. 2 കാര്യങ്ങൾ ഇതിലൂടെ വ്യക്തമാക്കുന്നു. 1, PV അൻവർ തെറിക്കും. 2, അന്വേഷണ റിപ്പോർട്ട് ADGP അജിത് കുമാറിന് അനുകൂലമായിരിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭരണപക്ഷ MLA ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും ADGPക്കെതിരെ നടപടി ഉണ്ടാകുന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോകമാക്കി എന്ന് പറഞ്ഞ് PV അൻവറിനെതിരെ മുഖ്യമന്ത്രി കേസ് എടുക്കട്ടെ എന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. ആരോപണം തെറ്റെങ്കിൽ മാധ്യമങ്ങളല്ല അൻവറാണ് കേരളത്തെ അപമാനിക്കുന്നതെന്നും അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്താവുന്ന തെളിവുകൾ അജിത് കുമാറിൻ്റെ കൈവശമുണ്ടെന്ന് സംശയിക്കേണ്ടി വരുമെന്നും മുരളീധരൻ സംശയം പ്രകടിപ്പിച്ചു. കബീർ പൊന്നമ്മയ്ക്ക് യാത്രാമൊഴി നൽകി കേരളം. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളുടെ ആലുവ കരുമാലൂരിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. സൂപ്പർ താരങ്ങളടക്കം മലയാള സിനിമയിലെ പ്രമുഖരുടെ വലിയ നിരയാണ് പൊതുദർശനത്തിലും സംസ്കാര ചടങ്ങിലും പങ്കെടുത്തത്. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിൻ്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കും. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് കുടുംബത്തിൻ്റെ തീരുമാനം. നാളെ രാവിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും അതിനുശേഷം എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനം ഉണ്ടാകും. ഇതിനുശേഷം വൈകിട്ടാവും മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുക. ഷിരൂർ ഗംഗാവലിപ്പുഴയിലെ തിരിച്ചിൽ ലഭിച്ച ക്യാബിനും ടയറുകളും അർജുൻ്റെ ലോറിയുടെ അല്ലെന്ന് സ്ഥിരീകരിച്ചു. കണ്ടെത്തിയതിന് ഇത് തൻ്റെ ലോറിയുടെ ഭാഗങ്ങളല്ലെന്ന് അർജുൻ ഓടിച്ച വാഹനത്തിൻ്റെ ഉടമ മനാഫും സ്ഥിരീകരിച്ചു. പ്രാദേശിക മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപ്പെ ഇന്നും തെരച്ചിൽ തുടരുമെന്ന് അറിയിച്ചു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് നിതിൻ ജംദാറിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കി. ബോംബെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് KR ശ്രീറാമിനെ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ഹൈക്കോടതികളുടെ ചീഫ് ജസ്റ്റിസ് നിയമനം വൈകുന്നതിന് ഹർജി അടുത്ത ആഴ്ച സുപ്രീം കോടതി പരിഗണിക്കാൻ ഇരിക്കെയാണ് കേന്ദ്ര നിയമന വിജ്ഞാപനം ഇറക്കിയത്. കടയിൽ കയറി അതിക്രമം കാണിച്ചതിന് CPM തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി അറസ്റ്റിൽ. സ്ത്രീകളെയും കുട്ടിയെയും കയ്യേറ്റം ചെയ്യുന്ന പരാതിയിലാണ് ആര്യനാട് പോലീസ് വെള്ളനാട് ശശിയെ അറസ്റ്റ് ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി ഉൾപ്പെട്ട കയ്യേറ്റ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മരിച്ച അന്ന സെബാസ്റ്റ്യൻ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംഭവത്തിൽ അനീതി ഉണ്ടായതാണ് തോന്നുന്നത്. ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത്. കേന്ദ്രമന്ത്രി എന്നതിനപ്പുറം ഒരു അച്ഛൻ എന്ന നിലയിൽ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കുമെന്നും തൊഴിൽ ചൂഷണം നടത്തുന്ന കമ്പനികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വയനാട്ടിൽ കാലാവസ്ഥ പ്രവചിക്കാൻ പുതിയ റഡാർ സ്ഥാപിക്കുന്നു. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ കീഴിലാണ് 150 കിലോമീറ്റർ വരെ പരിധിയിൽ സിഗ്നൽ ലഭിക്കാൻ ശേഷിയുള്ള S ബാൻഡ് റഡാർ സ്ഥാപിക്കുന്നത്. ആലപ്പുഴയിൽ എംബോക്സ് എന്ന സംശയം വിദേശത്ത് നിന്നെത്തിയ ഒരാളെ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തിൻ്റെ കുടുംബം ക്വാറന്റീനിലാണ്. മലപ്പുറത്ത് നിപ്പ ബാധിച്ച് മരിച്ച യുവാവിൻ്റെ സമ്പർക്ക പട്ടികയുള്ള 6 പേരുടെ പരിശോധന ഫലം കൂടി ഇന്ന് നെഗറ്റീവായി. ഇതുവരെ 74 പരിശോധന ഫലങ്ങളാണ് നെഗറ്റീവായത്. ഇന്ന് പുതുതായി ആരെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷൻ 2ാം കവാടത്തിനടുത്ത് യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. കല്ലൂർ സ്വദേശി ഷംജാദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലക്കേറ്റ ക്ഷതമാണ് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ.
വയനാട്ടിൽ നവജാത ശിശുവിനെ ഭർത്താവും മാതാപിതാക്കളും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന പരാതിയുമായി നേപ്പാൾ സ്വദേശിനിയായ യുവതി, നേപ്പാൾ സ്വദേശിനിയായ പാർവതിയുടെ പരാതിയിൽ കൽപ്പറ്റ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇതര സംസ്ഥാനക്കാരനായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സോണിയാണ് പെരുമ്പാവൂർ പോലീസിന്റെ പിടിയിലായത്. ആലപ്പുഴ ഹരിപ്പാട് മധ്യവയസ്കൻ ട്രെയിൻ മുന്നിൽ ചാടി മരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം ഉണ്ടായത്. ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ വിശ്രമിക്കുകയായിരുന്ന മധ്യവയസ്കനാണ് ജീവനൊടുക്കിയത്. അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദില്ലിയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന 3ാമത്തെ സ്ത്രീയാണ് അതിഷി. ഗോപാൽ റായ്, കൈലാഷ് ഗ്ലോഹട്ട്, സൗരഭ് ഭരദ്വാജ്, ഇമ്രാൻ ഹുസൈൻ, മുകേഷ് അഹ്ലാവത് എന്നിവർ മന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. BJPയും ലഫ്റ്റനന്റ് ഗവർണറും ദില്ലിയുടെ വികസനം തടയുകയാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അതിഷി മർലേന. ഉത്തർപ്രദേശിൽ 13കാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായി വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയാണ് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത്. യുവതിയെ കൊലപ്പെടുത്തി കഷ്ണലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കർണാടകയിലെ വയാലിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അപ്പാർട്ട്മെന്റിലാണ് സംഭവം നടന്നത്. കോളേജിലെ ശുചിമുറിയിൽ ക്യാമറ വെച്ച് പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ ആരോപണത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി അറസ്റ്റിലായി. ബംഗളൂരുവിന് സമീപം കുമ്പൽഗോഡുള്ള സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലാണ് സംഭവം. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ശ്രീലങ്ക നൽകുന്ന വലിയ സാധ്യതകളാണെന്ന് ശ്രീലങ്കൻ എയർലൈൻസ് CEO എയർ മാർഷൽ അമർപ്രീത് സിംഗ് ഇന്ത്യൻ വ്യോമസേനാ മേധാവിയായി ചുമതലയേൽക്കും. എയർ ചീഫ് മാർഷൽ VR ചൗധരി സെപ്റ്റംബർ 30 വിരമിക്കുന്നത് തുടർന്നാണ് നിലവിൽ വ്യോമസേന ഉപമേധാവിയായ അമർപ്രീത് സിംഗ് വ്യോമസേനാ മേധാവി പദത്തിൽ എത്തുന്നത്. കാശ്മീർ, ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര തുടങ്ങിയ 4 സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭരണം നഷ്ടമാകുന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് ഡോക്ടർ ശശി തരൂർ. ഹമാസിനും ഹിസ്ബുല്ലയ്ക്കുമെതിരെയുള്ള ആക്രമണം തുടർന്നു. ഇസ്രായേൽ ഗാസയിലും ബെയ്റൂട്ടിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ബംഗ്ലാദേശിന്റെ 1ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് വിജയസാധ്യത. 515 റൺസ് വിജയലക്ഷ്യമായി 2ാം ഇന്നിംഗ്സ് ആരംഭിച്ച ബംഗ്ലാദേശ് 3ാം ദിനം വെളിച്ചക്കുറവിനെ തുടർന്ന് നേരത്തെ കളി നിർത്തുമ്പോൾ 4-ന് 158 എന്ന നിലയിലാണ്. ചെസ് ഒളിമ്പ്യാഡിന്റെ റോളിംഗ് ട്രോഫി ഇന്ത്യയിൽ നിന്ന് കാണാതായി. ഇന്ത്യയുടെ പക്കലുണ്ടായിരുന്ന കഴിഞ്ഞ ജേതാക്കളായപ്പോൾ കിട്ടിയ റോളിംഗ് ട്രോഫിയാണ് കാണാതായത്. ഹംഗറിയിലെ ചെസ് ഒളിമ്പ്യാഡിന്റെ സമ്മാനദാന ചടങ്ങിനെ അന്താരാഷ്ട്ര ഫെഡറേഷൻ ട്രോഫി ആവശ്യപ്പെട്ടപ്പോഴാണ് ട്രോഫി കാണാനില്ലെന്ന് അറിഞ്ഞത്. യഥാർത്ഥ ട്രോഫിയുടെ മാതൃകകൾ മറ്റൊന്നുണ്ടാക്കി അന്താരാഷ്ട്ര ഫെഡറേഷനെ കൈമാറിയാണ് ഇന്ത്യ പ്രശ്നം പരിഹരിച്ചത്. ട്രോഫി കാണാതെ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയെന്ന് ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷനും അറിയിച്ചു. LIC മ്യൂച്വൽ ഫണ്ട് ഒരു പുതിയ ഓപ്പൺ എൻഡഡ് ഇക്വിറ്റി സ്കീം അവതരിപ്പിച്ചു. സംവിധായകൻ അമൽ നീരദിൻ്റെ ചിത്രം ബ്രൊഗൈൻ വില്ല കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ജ്യോതിർമയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അവതരിപ്പിക്കുന്നു. 2022 പുറത്തിറങ്ങിയ പാകിസ്ഥാൻ അഭിനേതാക്കളായ ഫവാദ് ഖാനും മെഹ്റാ ഖാനും അഭിനയിച്ച ദ ലെജൻഡ് ഓഫ് മൗല ജാട്ട് ഇന്ത്യൻ തിയേറ്ററുകൾ റിലീസിന്. വൈദ്യുത കാറുകളുടെ ബാറ്ററി വാടകയായി നൽകുന്ന മാസ് പ്രോഗ്രാം കൂടുതൽ മോഡലുകളിലേക്ക് അവതരിപ്പിച്ചു JSW MG മോട്ടോർ. കഥ പറച്ചിലിൻ്റെ അനായാസതയാണ് ധന്യരാജിൻ്റെ കഥകളുടെ മുഖമുദ്ര. ചുറ്റുവട്ടത്തു നിന്നും, ആളുകളിൽ നിന്നും, ഓർമ്മകളിൽ നിന്നും, പത്രവാർത്തകളിൽ നിന്നുമൊക്കെ കഥകൾ കണ്ടെടുക്കുമ്പോഴും ഈ അനായാസത ഇവിടെ ദൃശ്യപ്പെടുന്നു. പൊതുവിൽ സ്ത്രീ ജീവിതങ്ങളുടെ സൂക്ഷ്മതകളൊരു മൈക്രോസ്കോപ്പിലൊന്നും എടുത്തിക്കാണിക്കുകയാണ് ഈ കഥാകൃത്ത്. നാവിൽ ചുവപ്പ് നിറവും വായിൽ അൾസറും ഉണ്ടാകുന്നു. പലപ്പോഴും വിറ്റാമിൻ B12 കുറവ് ഉണ്ടാകാം. ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിനും തലച്ചോറിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും വിറ്റാമിൻ B12 പ്രധാനമാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.